അള്ളാഹുവിൻ്റെ മനോഹരമായ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് മുഖീത്ത് എന്നത്. ആഹാരം നൽകുന്നവൻ, ഒരു സൃഷ്ടിക്ക് നിലനിൽപ്പിനെ ഉണ്ടാക്കുന്ന, അവന് അത്യാവശ്യമായ അന്നപാനീയങ്ങൾ നൽകുന്നവൻ എന്നൊക്കെ ഇതിന് അർത്ഥം പറയാം. പരിശുദ്ധമായ ഖുർആനിൽ ഒരു പ്രാവശ്യമാണ് ഈ ഇസ്മ് വന്നിട്ടുള്ളത്. ഈ ഇസ്മിൻ്റെ അബ്ജദിയത്ത് 550 ആണ്. സ്വാലിഹീങ്ങളായ ആളുകളുടെ ദിക്ർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു ദിക്ർ കൂടിയാണ് ഈ ഇസ്മ്. മുഖീത്ത് എന്നതിന് നിർവചനം പല രൂപത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതൊരു വസ്തുവിനും അതിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ധാന്യങ്ങളും അതുപോലെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ ഊർജവും എല്ലാം നൽകുന്നവൻ. ഓരോ വസ്തുവിനും അതിന് എന്തെല്ലാം ആവശ്യമുണ്ട്, ആ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നൽകുന്നവൻ. ഓരോ മനുഷ്യനും ഓരോ ജീവികൾക്കും സമയങ്ങൾ കഴിഞ്ഞു കടക്കുന്നതിനനുസരിച്ച് ഓരോ ധാന്യമായും ഭക്ഷണമായും നൽകിക്കൊണ്ടേയിരിക്കുന്നവൻ. ഓരോ സൃഷ്ടികളിലേക്കും അതിൻ്റെ ഭക്ഷണങ്ങളെ ഹിക്മത്ത് പ്രകാരം, അള്ളാഹു ഉദ്ദേശിക്കുന്നത് പ്രകാരം അതിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഈ നിലക്ക് പല അർത്ഥങ്ങളും മുഖീത്ത് എന്നതിന് പറയപ്പെട്ടിട്ടുണ്ട്. മുഖീത്ത് എന്ന ആ പദം ഇഖാത്തത്ത് എന്നതിൽ നിന്ന് ഉണ്ടായതാണ്. ഒരു വസ്തുവിന് നിലനിൽപ്പിനെ കൊടുക്കുന്നത് എന്നൊക്കെയാണ് അതിന് അർത്ഥമുള്ളത്. മുഖീത്തിനെ കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ 2 നിലക്കുള്ള കൂത്തുകൾ, ഭക്ഷണങ്ങൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണയിലുള്ള ആഹാര പദാർത്ഥങ്ങൾ, ഭക്ഷണപാനീയങ്ങൾ, ഇതൊക്കെ ശരീരങ്ങൾക്കുള്ള കൂത്താണ്, ഭക്ഷണമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ജ്ഞാനം, മഅരിഫത്തിൻ്റെ അറിവ്, ഇതെല്ലാം ഹൃദയത്തിൻ്റെ കൂത്താണ്, ഭക്ഷണമാണ്. ഒരു മനുഷ്യൻ സൃഷ്ടാവായ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവാണ് മുഖീത്ത് എന്ന ആ ഒരു തിരിച്ചറിവിലേക്ക് എത്തിയാൽ തീർച്ചയായും അവൻ അള്ളാഹുവിനെ സ്മരിക്കുകയും തനിക്ക് ആവശ്യമായ ഭക്ഷണത്തെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടലിനെ ഒഴിവാക്കുകയും ചെയ്യും എന്നാണ്. തനിക്ക് ആവശ്യമുള്ള ഭക്ഷണം, തനിക്ക് നിലനിൽപ്പിനെ ഉണ്ടാക്കുന്ന ഭക്ഷണം ആവശ്യമായ നേരത്ത് ആവശ്യമായത് പ്രകാരം എനിക്ക് നൽകുന്നവനാണ് എൻ്റെ റബ്ബ്. അതുകൊണ്ട് തന്നെ ആ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ വേവലാതി ഞാൻ കാണിക്കേണ്ടതില്ല, പകരം ആ റബ്ബിനെ സ്മരിച്ചാൽ മതി എന്ന ഒരു തലത്തിലേക്ക് അവൻ എത്തുന്നതാണ്.
സഹൽ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഖൂത്ത് എന്ന് പറഞ്ഞാൽ അൽ ഹയ്യുല്ലദീ ലാ യമൂത്ത്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് ഉഖ്റവിയായ വിജയത്തെ ഉണ്ടാക്കിക്കൊടുക്കാൻ ആവശ്യമായ അവൻ്റെ റൂഹിന് ആരോഗ്യത്തെ നിലനിർത്തുന്ന, അല്ലെങ്കിൽ അവൻ്റെ റൂഹിന് നിലനിൽപ്പിനെ ഉണ്ടാക്കുന്ന ഖൂത്ത് അൽ ഹയ്യുല്ലദീ ലാ യമൂത്ത് എന്ന മഹത്തായ ദിക്റാണ് എന്നാണ്. ഓരോ വസ്തുക്കൾക്കും അത് നിലനിൽക്കാൻ ആവശ്യമായ പ്രത്യേകം കാര്യങ്ങൾ ഉണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആഹാരപദാർത്ഥങ്ങൾ വേണമെങ്കിലും അവൻ്റെ ആത്മീയമായ നിലനിൽപ്പിന് ആവശ്യമായത് ഇൽമാണ്, അറിവാണ്. ആത്മീയമായ നിലക്കുള്ള ഭക്ഷണം അത് ദിക്റും ആണ്. ചില മഹത്തുക്കളായ ആളുകൾ ശരീരത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കാതെയായപ്പോൾ അവരോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ജസദിൻ്റെ, ശരീരത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കാത്തത്? ഉടനെ ആ മഹത്തുക്കൾ പറഞ്ഞത്, എൻ്റെ ശരീരത്തിൻ്റെ ഭക്ഷണത്തെ ആദ്യമായി ഏറ്റെടുത്ത അള്ളാഹുവിലേക്ക് തന്നെ ഞാൻ ഏൽപ്പിച്ചതാണ്. ആദ്യമേ ശരീരത്തിൻ്റെ ഭക്ഷണം ഏറ്റെടുത്ത ആ അള്ളാഹു ശരീരത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തും എന്ന ഒരു വിശ്വാസത്തിലും ആ ഒരു ബോധത്തിലുമാണ് ഞാൻ ജീവിക്കുന്നത്. ഓരോ കമ്പനികൾ നിർമ്മിക്കുന്ന പ്രൊഡക്റ്റുകൾ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണങ്ങൾ, അതിനൊക്കെ തകരാറ് വന്നാൽ അതിനെ ആദ്യം നിർമ്മിച്ച ആളുകളിലേക്ക് തന്നെ അതിനെ മടക്കപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നാം എന്തെങ്കിലും ഒരു ഉപകരണം വാങ്ങി അതിനൊരു തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നിർമ്മാതാക്കളിലേക്ക് നാം അത് ഏൽപ്പിക്കുന്നു, അതിലെ തകരാറുകൾ തീർക്കാൻ വേണ്ടി. എന്നതുപോലെ നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ച് നമ്മെ ഭൂമിയിലേക്ക് അയച്ച ആ അള്ളാഹുവിലേക്ക് തന്നെ നമ്മുടെ ശരീരത്തെ അതിൻ്റെ തകരാറുകൾ തീർക്കാൻ വേണ്ടിയും പോരായ്മകൾ തീർക്കാൻ വേണ്ടിയും ഏൽപ്പിക്കലല്ലേ നല്ലത് എന്ന നിലക്ക് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ വിഷയം ശ്രദ്ധിക്കാത്തത് എന്ന് ചില മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ശരീരത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കരുത് എന്നല്ല, മറിച്ച് ശരീരത്തെ നാം വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യണം. നമ്മളുടെ റൂഹ് നിലനിൽക്കണമെങ്കിൽ ആ റൂഹ് വാഹനമായി സ്വീകരിച്ചിട്ടുള്ള നമ്മളുടെ ശരീരത്തിനിവിടെ നിലനിൽപ്പ് ഉണ്ടാകണം. ശരീരം നശിച്ചാൽ റൂഹ് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു പോകും. അപ്പം അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ ആളുകൾ ആത്മീയമായ ഉന്നതി പ്രാപിക്കുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന ചില അവസ്ഥകളാണ് നാം നേരത്തെ പറഞ്ഞത്. മുഖീത്ത് എന്ന ഇസ്മുമായിട്ട് തഅല്ലുഖ് ഉണ്ടാകേണ്ടത്
നിന്റെ ആവശ്യങ്ങൾ മുഴുവനും അള്ളാഹുവിൽ നിന്ന് തേടുന്ന ഒരവസ്ഥ നിന്നിലുണ്ടാകലാണ്. എനിക്ക് എന്ത് ആവശ്യം വന്നാലും അതെല്ലാം എൻ്റെ റബ്ബ് നൽകുക തന്നെ ചെയ്യും. റബ്ബിൻ്റെ കുദറത്തിൽ അല്ലെങ്കിൽ റബ്ബിൻ്റെ ഉടമസ്ഥതയിൽ ആണ് സർവ ഭക്ഷണങ്ങളുടെയും ഖജനാവ്. ആ റബ്ബിൻ്റെ അധികാരത്തിലാണ് അതുള്ളത്. ഈ ഒരു ബോധതലത്തിലേക്ക് തീർച്ചയായും ഈ ഇസ്മുമായി കൂടുതൽ ബന്ധം പുലർത്തുമ്പോൾ നാം എത്തപ്പെടുന്നതാണ്. ഈ ഇസ്മുമായിട്ട് തഖല്ലുഖ് ആകേണ്ടത്, സ്വഭാവം സിദ്ധിക്കേണ്ടത്, നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അവർ അർഹതപ്പെടുത്തിയ, അവർക്ക് അവകാശപ്പെട്ട ഭക്ഷണങ്ങൾ നാം നൽകേണ്ടതുണ്ട്. നമ്മുടെ കുടുംബങ്ങൾ മാത്രമല്ല, നമ്മോട് അയൽപ്പക്കം കെട്ടി ജീവിക്കുന്ന മറ്റുള്ള മൃഗങ്ങൾക്ക് വരെ അവകൾ അർഹതപ്പെടുത്തിയ ഭക്ഷണങ്ങൾ നാം അവകൾക്ക് നൽകണം. ആദ്യം നിന്റെ ശരീരം കൊണ്ട് നീ തുടങ്ങുകയും പിന്നീട് നിന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾക്ക്, അതല്ലെങ്കിൽ ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുകയും വേണം. നേരത്തെ നാം പറഞ്ഞതുപോലെ ശരീരത്തിൻ്റെ ഭക്ഷണം മാത്രമല്ല, ഖൽബിൻ്റെ, ആത്മാവിൻ്റെ ഭക്ഷണമാകുന്ന അറിവും ജ്ഞാനവുമെല്ലാം നാം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നവരാകണം. അപ്പോഴാണ് ഈ ഇസ്മുമായി സ്വഭാവം സിദ്ധിച്ചവരായി നമ്മെ പരിഗണിക്കുക. കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സഹായങ്ങളുടെ ഒരു കേന്ദ്രമായി നമ്മൾ മാറണം. ഈ ഇസ്മുമായിട്ട് കൂടുതൽ ബന്ധം പുലർത്തുന്ന സമയത്ത് തീർച്ചയായും നമ്മളുടെയൊക്കെ ഹൃദയങ്ങളിൽ അള്ളാഹുവിനോട് വലിയതായിരിക്കുന്ന സ്നേഹവും മഹബത്തും ഉണ്ടാകും. പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ ഔലിയാഇൻ്റെ ഖൽബിൽ അവർക്ക് ഏറ്റവും പ്രധാനമായ ഭക്ഷണമായി അവർ കണക്കാക്കുന്ന ഉപകാരപ്രദമായ അറിവുകളും നല്ല അമലുകളും റബ്ബിൻ്റെ പൊരുത്തത്തിൻ്റെ മാർഗങ്ങളിൽ പ്രവേശിക്കലുമൊക്കെ അള്ളാഹ് നൽകിയതാണല്ലോ എന്ന നിലക്ക് അള്ളാഹുവിനോട് അടങ്ങാത്ത മഹബത്ത് അവരുടെ ഖൽബുകളിൽ ഉണ്ടാകുന്നു. അല്ലാഹു തആല നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ റിസ്ഖുകളെ വിഹിതിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ സ്വഭാവങ്ങളെയും വിഹിതിക്കുന്നുണ്ട്. ഈ കാണുന്ന ദുനിയാവിനെ അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ടവർക്കും നൽകും, ഇഷ്ടപ്പെടാത്തവർക്കും നൽകും. നേരെ മറിച്ച് ഈമാൻ എന്നത് അല്ലാഹു തആല ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ നൽകൂ എന്ന ആ മഹത്തായ ഇസ്ലാമിക വചനം ഇവിടെ നാം ചേർത്ത് വായിക്കേണ്ടതാണ്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ മേലിൽ സത്യസന്ധമായ തവക്കുല് നമ്മളിൽ ഉണ്ടാകും ഈ ഇസ്മുമായിട്ട് ബന്ധം പുലർത്തുമ്പോൾ. കാരണം ഓരോ വസ്തുവിനും ആവശ്യമുള്ള നേരത്ത് കൊടുക്കുന്നവനാണല്ലോ മുഖീത്തായ അല്ലാഹു. ഇനി ഈ ഇസ്മിൻ്റെ പ്രത്യേകതയായി മഹത്തുക്കൾ പഠിപ്പിക്കുന്നു, ഇതിനെ അതിൻ്റെ അബ്ജദിയത്ത് പ്രകാരം ചൊല്ലിയാൽ, അതല്ലെങ്കിൽ അതിനേക്കാൾ അധികരിപ്പിച്ചാൽ അവന് ആവശ്യമാകുന്ന ഊർജവും ഭക്ഷണവുമൊക്കെ അവന് ലഭിക്കും എന്ന് മാത്രമല്ല, എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും
പ്രയാസകരമായ അവസ്ഥകളിൽ നിന്നും അവന് നിർഭയത്വമുണ്ടാകും. ഈ മഹത്തായ മുഖീത്ത് എന്ന ഇസ്മും ലി ഈലാഫി ഖുറൈശിൻ എന്ന് തുടങ്ങുന്ന സൂറത്തും കൂടി ചൊല്ലി ദുആ ചെയ്ത് കഴിഞ്ഞാൽ പല ഭയാനകമായ അവസ്ഥകളിൽ നിന്നും അവന് രക്ഷയുണ്ടാകുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. അതുപോലെ കണ്ണ് സംബന്ധമായ രോഗങ്ങൾ, ചെങ്കണ്ണ് പോലെയുള്ള പകർച്ചവ്യാധികൾ, ഇതിൽ നിന്നൊക്കെ രക്ഷ കിട്ടാൻ മുഖീത്ത് എന്ന ഇസ്മ് അബ്ജദിയ്യത്ത് പ്രകാരം ചൊല്ലിയാൽ മതി എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ.